ഇന്ന് നവംബർ 25. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSS സർസംഘചാലക് മോഹൻ ഭാഗവത് മുഴുവൻ പേര് അയോധ്യയിലുണ്ട്. അവിടെ ധ്വജധർമാരോഹണം നടക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് കൊടിയേറ്റ്, അതാണ് കറക്റ്റ്. അത് നടക്കുകയാണ്. അവിടെ ഉണ്ട്. ഈ സ്ഫോടനത്തിൽ പിടിച്ചവർ മുഴുവൻ അവരിൽ നിന്ന് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് നവംബർ 25-ന് നരേന്ദ്രമോദിയെ അയോധ്യയിൽ വെച്ച് കാറിടിച്ച് കൊന്ന് അയോധ്യയും തകർക്കണം, നരേന്ദ്രമോദിയെ തകർക്കണം. അതായത് ഇന്ത്യയും നരേന്ദ്രമോദിയുമാണ് ലക്ഷ്യം. നവംബർ 24-ന് ഒരു ചൈനീസ് പൗരനെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ വെച്ച് പിടികൂടിയിട്ടുണ്ട്. പിടികൂടിയതിൽ നിന്ന് അയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ നമ്മളെയൊക്കെ ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്നതാണ്. ചൈനീസ് പൗരനാണ് ഇയാൾ. പാകിസ്ഥാൻ സഞ്ചരിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ കറൻസി ഇയാളുടെ കയ്യിലുണ്ട്. ചൈനയുടെയും പാകിസ്ഥാനെയും കറൻസി ഇയാളുടെ കയ്യിലുണ്ട്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ചൈനയുടെ ടാർഗറ്റ് ആണോ മോദി, പാകിസ്ഥാന്റെ ടാർഗറ്റ് ആണോ, അതോ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഇന്ത്യയും മോദിയും തീർക്കാനുള്ള ലക്ഷ്യം വയ്ക്കുകയാണോ? പാകിസ്ഥാൻ ISI എന്ന് പറയുന്ന ഇന്റലിജൻസ് ഏജൻസി ഉള്ളതുപോലെ ചൈനയ്ക്ക് ഒരു ഇന്റലിജൻസ് ഏജൻസി ഉണ്ട്. അവരുടെ ഈ രണ്ട് കൂട്ടരുടെയും ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് മോദിയെ തീർക്കുക, തകർക്കുക എന്നുള്ളതാണ്. കാരണം ചൈനയുടേതൊരു ഡെഡ് എക്കോണമി ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ചൈനയുടെ ജനസംഖ്യയെ ഇന്ത്യ മറികടന്നിരിക്കുന്നു. രണ്ട് വിധത്തിലാണ് ഡെമോഗ്രാഫിക് ഡെവലപ്മെൻ്റ് ഉണ്ടായിരിക്കും. ഒന്ന്, ഇന്ത്യയിലെ ജനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് യുവാക്കളാണ്. അതേസമയം ചൈനയിലെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ളത് വൃദ്ധന്മാരാണ്. ഈ ഒരു വ്യത്യാസം വലിയൊരു വ്യത്യാസമാണ് സാമ്പത്തികമായിട്ട്. ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ചൈന ഈസ് എ ഡെഡ് എക്കോണമി. അത് വളർന്നിട്ടുണ്ട്, പക്ഷേ ആ വളർച്ച മുരടിച്ചവിടെ നിൽക്കുകയാണ്. മണ്ട പോയ തെങ്ങുപോലെയാണ് ഇപ്പോൾ ചൈന. പിന്നെയാണ് ഈ വൃദ്ധന്മാരുടെ ഒരു വലിയ സംഖ്യ, ചെറുപ്പക്കാർ കുറവ്. അപ്പോൾ ചൈനയ്ക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ചൈനയെ മറികടന്ന് 2047 അല്ല, അതിനു മുമ്പ് തന്നെ അടുത്ത ഒരു നൂറ്റാണ്ടിനകം കടന്ന് ഇന്ത്യ പോകും. അത് ഭീഷണിയാണ്. ചൈനയുടെ സകലമാന ആയുധ ശേഖരങ്ങളെയും തകർത്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനുമേൽ സൈനികമായും രാഷ്ട്രീയമായിട്ടും വിജയം നേടിക്കഴിഞ്ഞു. അപ്പോൾ ചൈനയെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഏകപക്ഷീയമായ വിജയം ഇന്ത്യ നേടിയത്. ഇതിൻ്റെയൊക്കെ ഒരു കലിപ്പ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ ചേർന്ന ഒരു ഉച്ചകോടി ചൈനയിൽ വെച്ച് നടന്നിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക അതിൻ്റെ ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നതിൻ്റെ പേരിൽ. അപ്പോൾ അവിടെ ഒരു സോളിഡാരിറ്റി രൂപം കൊണ്ട്, ഐക്യദാർഢ്യം. ആ ഐക്യദാർഢ്യം രൂപം കൊണ്ടതിന് ശേഷം പക്ഷേ ഇന്ത്യ അമേരിക്കയുടെ എതിർപ്പിനോ കലപ്പിനോ ചൈനയുടെ നിഴലിൽ നിന്നുകൊണ്ട് ചൈന ഞങ്ങളെ സഹായിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു യുദ്ധത്തിനോ, വ്യാപാര യുദ്ധമാണ് ഉദ്ദേശിക്കുന്നത്, ഒന്നും പോയില്ല, തിരിച്ചടിക്കാൻ പോയില്ല. വളരെ ചിന്തിച്ച് സമഗ്രമായിട്ട് നമ്മൾ ചെയ്തത് അവിടെ നിന്ന് ഏറ്റവും പുതിയ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ വാങ്ങാനുള്ള ഒരു കരാറിൽ, അതായത് ബഹുശതം കോടി രൂപയുടെ ഒരു കരാർ, ഡോളറിൻ്റെ ഒരു കരാർ നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ആ ഐക്യം അങ്ങനെ പ്രതിരോധ രംഗത്ത് ശക്തിപ്പെട്ടു വരികയാണ്. ഇത് ചൈനയ്ക്ക് വലിയൊരു ഭീഷണിയാണ്. രണ്ടാമതായിട്ട്, ഏതാനും മാസങ്ങൾക്കകം അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ നിലവിൽ വരും. അതിൻ്റെ ചർച്ചകൾ പതുക്കെ പതുക്കെ ആണെങ്കിലും സ്ലോലി ബട്ട് സ്റ്റഡിലി അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഇന്ത്യക്ക് ചൈനയേക്കാൾ വലിയൊരു മേൽക്കോയ്മ കിട്ടാൻ പോകുന്നു. തീർച്ചയാണ്. നമ്മുടെ പ്രതിപക്ഷമായി അത് വിശ്വസിക്കാതുള്ളൂ. ആ നേട്ടത്തിലേക്ക് ഇന്ത്യ പോവുക. പിന്നെ ആത്മനിർഭർ ഭാരതിലൂടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത മാസം റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരികയാണ്. അതും കൂടി വന്നു കഴിഞ്ഞ് വ്ളാദിമിർ പുടിൻ തന്നെ ഇന്ത്യ സന്ദർശിക്കുക. അത് വെറും സന്ദർശനമല്ല, അത് ഉച്ചകോടിയാണ്. ആ ഉച്ചകോടിയോടുകൂടി സോവിയറ്റ് റഷ്യയുമായിട്ടും നമ്മൾ സൗഹാർദ്ദം സ്ഥാപിക്കുക. അങ്ങനെ ഒരേ സമയം നമ്പർ 1 ശക്തികളായിട്ടുള്ള സോവിയറ്റ് റഷ്യയോടും അമേരിക്കയോടും സൗഹൃദം പുലർത്തിക്കൊണ്ടും ഇനി വേറൊരു കാര്യം കൂടെ, ഇസ്രായേലുമായിട്ട് 2 ഘട്ടമായിട്ട് ഒരു സമഗ്ര വ്യാപാര കരാർ ഒപ്പിടാനുള്ള പരിപാടിയില്ല. ഇത് വരുന്നതോടുകൂടി ചൈനയുടെ സകലമാന രഹസ്യങ്ങളും ഇന്ത്യക്ക് കിട്ടും, പാകിസ്ഥാൻ്റെ സകലമാന രഹസ്യങ്ങളും ഇന്ത്യക്ക് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഹമാസിനെ അവിടെ തീർത്തു, പുതിയ കമാൻഡർ വന്നതിനെ തീർത്തു. അതെങ്ങനെ വേണ്ട, ഇൻ്റലിജൻസ് ഷെയറിങ്.
അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ഇസ്രായേലുമായിട്ടാണ് കൂട്ട്. അപ്പോൾ ഈ മസൂദ് അസറിനെയൊക്കെ എവിടെയാണ് അവൻ പെരുമാറുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും ഇല്ല. അതേ കണക്കിന് ഇവന്മാരെയൊക്കെ തുലച്ചു കളയും ഏതവനായാലും. അപ്പോൾ ഈ ഒരു സാഹചര്യം ചൈനയ്ക്ക് വലിയൊരു ഭീഷണിയാണ്. പിന്നെ ക്വാഡ്, ഇപ്പോൾ അറിയാമോ, നമ്മൾ G20 ഉച്ചകോടിക്ക് നമ്മുടെ പ്രധാനമന്ത്രി സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് റമൗഫാസയുമായിട്ട് മാത്രമല്ല, അവിടുത്തെ പ്രസിഡന്റ് കറുത്ത വർഗ്ഗക്കാരനായ റമൗഫാസയുമായിട്ട് മാത്രമല്ല, ആസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇന്ത്യ ഒരു അച്ചുതണ്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാം ചൈനയുടെ കടലിൽ ചൈന പിടിച്ചടക്കാൻ ഉദ്ദേശിക്കുന്ന അവരുടേതല്ലാത്ത കടലുകളുടെ കാര്യത്തിൽ ഒരു സോളിഡാരിറ്റി ഉണ്ട്, ഐക്യദാർഢ്യമുണ്ട്. ചൈന അനധികൃതമായിട്ട് കടലിൽ കൈവച്ചിരിക്കുന്നു. എല്ലാവർക്കും അവകാശപ്പെട്ട കടൽ അവരുടേതാണെന്ന് പറയുന്നു. സൗത്ത് ചൈന സീയിൽ പ്രത്യേകിച്ച് ജപ്പാനും കടുത്ത ഏറ്റുമുട്ടലിലാണ് ജപ്പാനും ചൈനയും. ഫിലിപ്പീൻസും എല്ലാം നമ്മുടെ പക്ഷത്താണ്. അപ്പം ചൈനയ്ക്ക് ചുറ്റും കടലിൽ ശത്രുക്കളുടെ വലിയ ദ്വീപുകളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പ്രക്രിയയിൽ ഇത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാണ് മോദി. അപ്പോൾ മോദിയെ തകർക്കുക എന്ന് പറയുന്നത് ചൈനയുടെ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ലക്ഷ്യമായിട്ട് വരാം. നമുക്കിതിൻ്റെ അറിയത്തില്ല, അന്വേഷണം കൊണ്ടേ അറിയൂ. അങ്ങനെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യുദ്ധം വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയിട്ട് അത് പൊളിച്ചു കളഞ്ഞു. അത് പൊളിച്ചു കളഞ്ഞു, അത് വിജയിക്കാതെ പോയി, അത് പാളി. ഇങ്ങനെയൊക്കെ പാളിക്കഴിയുമ്പോൾ എന്നാൽ പിന്നെ ഒരു ചാവേറിനെ വിട്ടുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഒറ്റയെണ്ണം വരാൻ പറ്റുകയില്ല. ഓപ്പറേഷൻ സിന്ദൂർ ആക്റ്റീവായിട്ടിരിക്കുക, ഇങ്ങോട്ട് അടുക്കാൻ ഒരെണ്ണത്തിന് പറ്റത്തില്ല, അതുപോലെ ആക്കി വെച്ചിരിക്കുക. അപ്പോൾ ചൈന നമ്മൾ അപ്രതീക്ഷിതമാണ്, ചൈനയിൽ നിന്ന് ഈ ഭീകരന്മാർ വരാറില്ല ഇന്ത്യയിൽ. അപ്പോൾ സംശയിക്കില്ലല്ലോ. നേപ്പാൾ വഴി പയ്യെ 49 വയസ്സുകാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരെന്തുമായിരുന്നു? അവരുടെ പേരെന്തുവാ? ലിയു കുഞ്ചിൻ. നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ, ലിയു കുഞ്ചൻ നമ്പ്യാർ വന്നിരിക്കുക. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ കേട്ടോ, അല്ലെങ്കിൽ കുഞ്ചുകുറുപ്പ് എന്ന് പറഞ്ഞാലും മനസ്സിലാവുമല്ലോ. ലിയു കുഞ്ചിൻ. അവിടെ കുറേ പേരുകളേ ഉള്ളൂ, അത് ഒരുപാട് പേരെ ഒരേ പേരിൽ അറിയപ്പെടും. അവിടെ ലിയു കുഞ്ചിനാണിത്, ഒരു ലിയു ഉണ്ട് അവിടെ. അപ്പോൾ ഈ തഹാവൂർ റാണയൊക്കെ ചെയ്തതുപോലെ ബോംബെ ഭീകരാക്രമണത്തിന് ആസൂത്രണം അദ്ദേഹം നിർവഹിച്ചതുകൊണ്ട് അതിനുള്ളൊരു പരിപാടിക്ക് വേണ്ടിയാണ് വന്നത്. ഇത് ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ പറഞ്ഞല്ലോ ഇതുവരെ. അതായത് അയോധ്യയിലെ ഈ ധ്വജാരോഹണം നടക്കുന്ന അതേ സമയത്ത് തന്നെ ഇന്ത്യയിൽ വന്നിരിക്കുക. അപ്പോൾ എന്താ അവിടെ നമ്മുടെ പ്രധാനമന്ത്രിയല്ല, രാഷ്ട്രപതിയല്ല, ഉപരാഷ്ട്രപതിയല്ല, സകലമാന ആളുകളോടെ ഉണ്ട്. അവരെ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് തീർത്ത് ഈ രാഷ്ട്രത്തിൻ്റെ ശിരസറുക്കാനുള്ള ഹീനമായ ശ്രമമാണോ എന്ന് സംശയിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്താ ഈ ചൈനക്കാരന് ഇവിടെ വരേണ്ട കാര്യം എന്തോന്നാ? കണ്ടു, ഫാഹിയാനും ഹ്യുയാൻസാങ്ങും ഒക്കെ ഇവിടെ വന്നിരുന്നു, വിസ പോലും ഇല്ല. അതെ, ഇയാൾ പാസ്പോർട്ട് ഇന്ത്യയിലേക്ക് വരാനുള്ള പാസ്പോർട്ട് പോലും ഇല്ല അദ്ദേഹത്തിന്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ വന്നിരിക്കുകയാണ് അതിർത്തിയിൽ. അത് വെറുതെ ആവാൻ ഒരു തരവുമില്ല. അത് മാത്രമല്ല സാർ, നമ്മുടെ സെൻസിറ്റീവ് ഏരിയകളെല്ലാം ഇയാൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇയാളിൽ നിന്ന് 3 മൊബൈൽ ഫോൺ പിടിച്ചിട്ടിട്ടുണ്ട്. അതിൽ 3ാമത്തെ മൊബൈൽ ഫോണിൽ നമ്മുടെ ഇന്ത്യയുടെ സെൻസിറ്റീവായ ഏരിയകൾ മുഴുവൻ ആ മൊബൈൽ ഫോണിലുണ്ട്. മാത്രമല്ല നേപ്പാളിന്റെ ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു ഭൂപടവും ഇയാളുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. 25-ന് ചെങ്കോട്ടയിൽ നടന്നതിനേക്കാൾ വലിയൊരു അത്യാഹിതം ഇന്ത്യയിൽ സംഭവിക്കാൻ സശസ്ത്ര സീമാബെൽ എന്ന് പറയുന്ന നമ്മുടെ അതിർത്തി കാൽക്കുന്ന പട്ടാളമാണ് ഇൻ്റലിജൻസ് ഇൻപുട്ടിനെ തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ്സുകാരാ കേട്ടോ ഈ പറഞ്ഞ വാർത്ത? ഇൻ്റലിജൻസ് പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞെളിഞ്ഞിരുന്ന് നാണമില്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇൻ്റലിജൻസ് പരാജയത്തിൻ്റെ പ്രധാന ഉത്തരവാദികൾ നിങ്ങളായിരുന്നു. എത്ര പേരാണ് അതിൻ്റെ പേരിൽ ബലിയാടുകളായിട്ട് രക്തസാക്ഷികളായിട്ട് മാറിയത്? മഹാത്മാഗാന്ധി വധം മുതൽ തുടങ്ങിയതാണ്. കശ്മീരിലെ പണ്ഡിറ്റുകളുടെ വംശഹത്യയിൽ വരെ ഉയർന്നു വന്നതാണത്. മുംബൈ കലാപം, ഇങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ഇൻ്റലിജൻസ് എവിടെ പോയി അന്നേരം? എന്നിട്ടാണ് മോദിയെ കുറ്റപ്പെടുന്നത്. കണ്ടോ മോദിയുടെ മിടുക്ക് കണ്ടോ? പിടിച്ചത് കണ്ടോ? കൊല്ലാൻ വന്ന ആൾക്കാരെ പിടിച്ചത് നിങ്ങൾ കണ്ടോ? അത് ചൊവ്വ നേരെ കാണ്. എന്നിട്ട് ഈ വിവരം കെട്ട വർത്തമാനങ്ങൾ പറ.